ഹലോ, ഞാൻ ദേവി ദേവ്ദർ. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവമോഹനം. അപ്പോൾ ഇന്ന് ഞാൻ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടൊരു ആൾ എങ്ങനെയായിരിക്കും എന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് അന്ന് കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് ആദ്യം പറയാൻ വരുന്നത്. അതായത് ഈ നമ്മൾ കാണുന്ന ഈ ലോകം, അതായത് ഈ മെറ്റീരിയൽ വേൾഡ്, 3D വേൾഡ് എന്ന് പറയും. ഈ 3D വേൾഡാണ് സത്യം. ഇതിൻ്റെ അപ്പുറത്തുള്ളതെല്ലാം എന്തെങ്കിലും സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ അറിവുകളുണ്ടെങ്കിലോ അതൊക്കെ വെറും ഹാലൂസിനേഷൻസ് ആണ്, ഇമാജിനേഷനാണ്, വെറുതെ തോന്നുന്നതാണ്, അവർക്കെന്തോ പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ അവേക്കൻഡ് അല്ല. അവർ അവേക്കണിങ്ങിൻ്റെ ഒരു സ്റ്റേജിലും അവരെത്തിയിട്ടില്ല. അതവരുടെ കുറ്റമല്ല, പതിയെ അവരെത്തും, പക്ഷേ അവർ അവേക്കൻഡ് അല്ല. എന്നാൽ ഈ 3D വേൾഡ് വെറും ഇല്യൂഷനാണെന്നും ഇതിനപ്പുറമുള്ള സ്പിരിച്വൽ വേൾഡാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരാൾ, അതായത് ഇവിടെ നടക്കുന്നതെല്ലാം ഒരു നാടകമാണ്, ഒരു പ്ലേ, ഒരു ഡിവൈൻലി ഓർക്കസ്ട്രേറ്റഡ് ഡ്രാമയാണ് ഇവിടെ നടക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് എങ്കിൽ ആ ആൾ അവേക്കൻഡ് ആണെന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും അവേക്കൻഡ് ആയിട്ട് ഒരാളടുത്ത് നിന്ന് പറയുകയാണ് എക്സ്പീരിയൻസ്, അത് ഇതേപോലെ മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ അവർ അൺഅവേക്കൻഡ് ആണ്. അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ആ മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയിൽ അവരെത്തിയിട്ടില്ല. അതവരുടെ കുറ്റമേ അല്ല, അവരെത്തും, പക്ഷേ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരെതിർക്കുമായിരിക്കും, അവർ കളിയാക്കുമായിരിക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട, അങ്ങനെ പറയവർ. പക്ഷെ അതൊന്നും ആരും കാര്യമാക്കരുത്. അവേക്കൻഡ് ആയിട്ടുള്ളവർ അവരുടെ അടുത്ത് പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണ്ട, അവരെ വെറുതെ വിടുക, ബ്ലെസ് ചെയ്ത് വിടുക. അവരും ഒരിക്കൽ അവേക്കൻഡ് ആവും. ഒരു പക്ഷേ അവേക്കൻഡ് ആകുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് തന്നെ വന്നിട്ട് ഗൈഡൻസ് എടുക്കും. ഓക്കെ, അപ്പം അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് അവേക്കൻഡായ ഓരോ സോളിൻ്റെയും ഡ്യൂട്ടി. അപ്പോൾ ഈ അവേക്കൻഡ് ആയിട്ടുള്ളവരും ഒരു കാലത്ത് അൺഅവേക്കൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഓരോരുത്തരും ഒരു ജേണിയിലാണ്, എല്ലാവരും ഒരു ജേണിയിലാണ്, മനസ്സിലായല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ആരെയും കുറച്ച് കാണാനോ ആരെയും ഉയർത്തി കാണാനോ ഒന്നും പാടില്ല. നമ്മൾ ഓരോരുത്തരും അവരെ ജേണിയിൽ അവരെവിടെയാണ് നിൽക്കേണ്ടത് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അവരെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് നമുക്ക് അവേക്കൻഡ് ആയിട്ട് ഒരാളെ മനസ്സിലാക്കുന്നത് വെച്ചാൽ അവർ ലോജിക്കലായിരിക്കില്ല, ഒരുപാട് ലോജിക്കലായിരിക്കില്ല. ചെറുതായിട്ട് ചില കാര്യങ്ങളിലൊക്കെ ലോജിക്കലായിരിക്കും, പക്ഷെ കംപ്ലീറ്റ്ലി അവർ ലോജിക്കലായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം, ഈ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ മൈൻഡിൻ്റെ, നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ലോജിക്കൽ മൈൻഡിൻ്റെ അപ്പുറത്താണ്. അത് കടന്ന് അപ്പുറം ചെന്നാൽ മാത്രമേ സ്പിരിച്വാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. അത് മാത്രമല്ല, സ്പിരിച്വാലിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാണ് വേണ്ടത്. ശർക്കരയ്ക്ക് മധുരം ഉണ്ടെന്ന് ശർക്കര കഴിച്ചിട്ടില്ലാത്ത ഒരാളടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ശർക്കര കഴിച്ചിട്ടില്ലാത്ത ഒരാളടുത്ത് മാത്രമല്ല, മധുരം എന്തെന്ന് പോലും അറിയാത്ത ഒരാളടുത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല, അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. അപ്പോൾ അവർ ഒരുപാട് ലോജിക്കലായിരിക്കില്ല. കാരണം അവർക്കറിയാം സ്പിരിച്വാലിറ്റി ഒട്ടും തന്നെ ലോജിക്കലല്ല, വളരെ മാജിക്കലായിട്ടുള്ള കാര്യമാണ്. കാരണം അവിടെ നടക്കുന്നത് മാജിക്കാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നവരായിരിക്കും. അതായത് അവരുടെ ഒരു എനർജി എത്ര പ്രഷ്യസ് ആണെന്ന് അവർക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ അവേക്കണിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നുപോയവർക്കറിയാം അതെത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവരെന്ന്. അതായത് അവർക്കൊരു റീബർത്ത് കിട്ടുകയാണ്. അപ്പോൾ ആ റീബർത്തിലോട്ട് അവർ വരികയാണെങ്കിൽ അവർ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഓരോ അവേക്കണിങ് കഴിഞ്ഞ ഒരു അസെൻഷൻ പാത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഫേസും കടന്ന് അവർ പോകുമ്പോൾ അവരനുഭവിക്കുന്ന ഓരോ സ്ട്രഗിൾ, അവരനുഭവിക്കുന്ന ഓരോ വിഷമങ്ങൾ, വേദനകൾ, അത് എവിടെയാണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന അവരുടെ എനർജി വളരെ പ്രഷ്യസ് ആയിട്ട് അവർ സൂക്ഷിക്കും. അത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ടെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഒരു പീപ്പിൾ പ്ലീസർ ആയിരിക്കില്ല. അവർക്ക് ആർക്ക് എനർജി കൊടുക്കണം എന്ന് തോന്നുന്നു അവർക്ക് മാത്രമേ അവർ കൊടുക്കൂ. കാരണം അവർ ഇൻറ്റ്യൂറ്റീവാണ്. അതാണ് അടുത്ത പോയിൻറ്റ്. അവർ വളരെയേറെ ഇൻറ്റ്യൂറ്റീവായിരിക്കും.
അതായത് അവരുടെ അടുത്ത് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ എനർജി പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവേക്കണ്ട ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻറ്റ്യൂറ്റീവും ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് ഒരു കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും. അവർക്ക് പ്രത്യേകിച്ച് ഒരാൾ വന്ന് ഒരാളെക്കുറിച്ച് കൂടുതൽ പറയുകയൊന്നും വേണ്ട, അവരുടെ എനർജിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണാൻ പലപ്പോഴും പറ്റും. അതുകൊണ്ട് ഒരാൾ ഫേക്കാണോ റിയലാണോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അവർ മുന്നിൽ വന്ന് എത്ര ആക്ട് ചെയ്താലും മനസ്സിലാക്കാൻ പറ്റും അവർ ഫേക്കാണോ അല്ലേ എന്ന്. അപ്പോൾ അവർ അതേപോലെ ആയിരിക്കും അവർ നിർത്തുന്നത്. അവരൊരിക്കലും കൂടുതൽ അവരുടെ എനർജി ആളിന് കൊടുക്കുകയില്ല. കംപ്ലീറ്റ്ലി ആക്സസ് ഡിനൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരത് ചെയ്യുകയും ചെയ്യും. കാരണം അവരുടെ എനർജി പ്രഷ്യസ് ആണ്. അവർ ചിലപ്പോൾ ഒരു അൺഅവേക്കൻഡ് ആയ ഒരാളാണെങ്കിൽ ഒരുപാട് ചാൻസസ് കൊടുക്കും ഒരാൾക്ക്. പക്ഷേ ഈ ഒരു അവേക്കൻഡ് ആയ ആളും അൺഅവേക്കൻഡ് ആയിരുന്നപ്പോൾ ഒരുപാട് ചാൻസസ് കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ അത്രയും ചാൻസസ് അവർ കൊടുക്കത്തില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും കർമ്മയുണ്ട്, ലെസൺസ് ഉണ്ടെങ്കിൽ ആ വരുന്ന കാർമിക്സൊക്കെ കുറച്ച് നാൾ അവരെ ലൈഫിലുണ്ടാവും, ഇല്ലെന്നല്ല. ലെസൺസ് പഠിപ്പിച്ചിട്ട് അവർ പോകും. അവരെ പിന്നെ അതോടെ അവരുടെ ലൈഫിൽ നിന്ന് യൂണിവേഴ്സ് തന്നെ പലപ്പോഴും ഇടപെട്ടിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റും. അതല്ലെങ്കിൽ അവർ തന്നെ, അവർക്ക് സംസാരിക്കാൻ തോന്നില്ല പിന്നെ ആളുടെ അടുത്ത്. അവരായിട്ടുള്ള കർമ്മ കഴിഞ്ഞു. ആരുടെ അവർക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല, അവർക്ക് തന്നെ ഇൻറ്റ്യൂഷൻ വരും, ഈ ആളുമായിട്ടുള്ള എൻ്റെ കർമ്മ കഴിഞ്ഞു, ഇനി വേണ്ട, അവർ പഠിപ്പിക്കേണ്ട പാഠങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ അവരാരെ കട്ട് ചെയ്ത് മാറ്റുന്നെങ്കിലും അത് ബ്ലസ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അവർ കോഡ് കട്ട് ചെയ്ത് മാറ്റുമായിരിക്കും, പക്ഷെ അവർ ബ്ലസ് ചെയ്തിട്ടാണ് വിടുന്നത്. കാരണം അവർ ഒരുപാട് നല്ല നിമിഷങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ഒരുപാട് എന്താ പറയുക, എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചും ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ലെസൺസ് കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും അവർക്ക് കിട്ടുന്നത് ലെസൺസാണ് അവരുടെ കാർമിക്സിൽ നിന്ന്. ഈ കാർമിക്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ട്രിഗേഴ്സ് കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്, ലെസൺ കൂടുതൽ ടീച്ച് ചെയ്ത് കൊടുക്കുന്നത്. സോൾമേറ്റ്സ് ആയിരിക്കില്ല. സോൾമേറ്റ്സ് കൂടുതലും അവരുടെ ഒരു സോൾ ട്രൈബ് ആയിരിക്കും, അവരുടെ തന്നെ ഒരു സോൾ ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ് സോൾമേറ്റ്സ്. അതിനെക്കുറിച്ചൊരു വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ട്രേറ്റ്സ്. പിന്നെ അവർ കുറച്ച് എന്താ പറയുക, എപ്പോഴും കുറച്ച് പീസ്ഫുള്ളായിരിക്കും, കാമായിരിക്കും. പക്ഷേ അൺഅവേക്കൻഡ് ആയിരുന്ന സമയത്ത് അവരങ്ങനെ ആയിരുന്നിരിക്കത്തില്ല. അവരുടെ എനർജി, അവരുടെ വൈബ്രേഷൻ വളരെ ഹയർ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കും. കാം എന്ന് പറയുന്നത്, കാംനെസ്, അതൊരു ഭയങ്കര വലിയ ഹൈ വൈബ്രേഷനാണ്. അവർ ആ വൈബ്രേഷനിൽ എത്താൻ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോവർ ഇമോഷൻസ് എല്ലാം കുറയും. അതായത് ദേഷ്യം, സങ്കടം, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നിരിക്കും അവർ. പക്ഷേ അവർ അവേക്കണ്ടായി അവർ ഹീൽ ചെയ്ത് വൈബ്രേഷൻ ഹയർ ആയി വരും തോറും അവർ വളരെ കാമായിട്ട് നമുക്ക് കാണപ്പെടും. പിന്നെ അവർ അൺഅവേക്കൻഡ് ആയിരുന്നപ്പോഴത്തേക്കും കൂടുതൽ ട്രിഗേർഡ് ആയിരുന്നിട്ടുണ്ടാവാം. അവേക്കൻഡ് ആയ ഒരാൾ അത്രമാത്രം ട്രിഗേർഡ് ആവത്തില്ല. ആ ആൾ തന്നെ ട്രിഗേർഡ് ആയിരുന്നിട്ടുണ്ടാവാം അൺഅവേക്കൻഡ് ആയിരുന്നൊരു സമയത്ത്. ഇപ്പോൾ അവരെന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, അവർ റിയാക്റ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് അവർ റെസ്പോണ്ട് ചെയ്യും, കുറഞ്ഞു വരും. അങ്ങനെ ഒരുപാട് പെട്ടെന്ന് തന്നെ അവർ ഒന്നും റിയാക്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവരെ ഹീലിങ്ങിൻ്റെ ഓരോ ഘട്ടം കഴിയും തോറും ഈ റിയാക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ അവർ ഒരുപാട് ടോക്സിക് ആയാൽ അവരൊരു പക്ഷേ റിയാക്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർ റിയാക്റ്റ് ചെയ്താൽ, അൺഅവേക്കൻഡ് ആയിട്ടൊരാളാണെങ്കിൽ ആ ഒരു വ്യക്തി വൈരാഗ്യം മനസ്സിൽ വെച്ച് ആ ആളിന് പോയി എന്താ പറയുക, ഒരു റിവെഞ്ച് എടുക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ഒരു അവേക്കൻഡ് ആയിട്ടൊരാൾ റിവെഞ്ചിന് പോയില്ല. അവർ ചിന്തിക്കും, എന്നെ എന്തുകൊണ്ട് ആ ആൾ ട്രിഗർ ചെയ്തു, എന്തുകൊണ്ട് ആ കാര്യം കൊണ്ട് ഞാൻ ട്രിഗേർഡായി, അവിടെ എനിക്കെന്താണ് ഹീൽ ചെയ്യേണ്ടത്, ഞാൻ അവിടെ എന്താണ് പഠിക്കേണ്ട ലെസൺ എന്നിരുന്ന് മനസ്സിലാക്കി ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകും. അത് അൺഅവേക്കൻഡ് ആയിട്ടുള്ള ആൾക്ക് അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. അവർ റിവെഞ്ചിലോട്ട് പോകും. പക്ഷേ അവേക്കൻഡ് ആയ ഒരാൾ റിവെഞ്ച് ചെയ്യാൻ പോവില്ല. ഇത്രയൊക്കെയാണ് കുറേ ട്രേറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരാൾ അവേക്കൻഡ് ആണോ അൺഅവേക്കൻഡ് ആണോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം എങ്ങനെയാണ് നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത്, ഒരാൾ അവേക്കൻഡ് ആണ് അൺഅവേക്കൻഡ് ആണ് എന്നുള്ളത്. അതായത് ഒരു ബട്ടർഫ്ലൈ വളരെ സ്ട്രഗിൾ ചെയ്ത് ആ പ്യൂപ്പ ആയിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് വളരെ സ്ട്രഗിൾ ചെയ്ത് പുറത്ത് വന്നൊരു ബട്ടർഫ്ലൈ ആയി. അതാണ് അവേക്കണിങ് ആയിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ ആ ഒരു ബട്ടർഫ്ലൈ അപ്പോഴും പ്യൂപ്പ സ്റ്റേജിലിരിക്കുന്ന ആ ബട്ടർഫ്ലൈയുടെ പ്യൂപ്പ സ്റ്റേജിൻ്റെ അടുത്ത് പറയാണ്, വേറെ ബാക്കി പ്യൂപ്പ സ്റ്റേജിലിരിക്കുന്നവരുടെ അടുത്ത് പറയാണ്, നമ്മൾ ഒരിക്കൽ ചിറക് വിരിച്ചു പറക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ല. അവർ പറയും ഈ ബട്ടർഫ്ലൈക്ക് എന്തോ പ്രശ്നമുണ്ട്, ഹാലൂസിനേഷനാണ്, ഇല്യൂഷനാണെന്നൊക്കെ പറയും. കാരണം അവർക്ക് മനസ്സിലാവത്തില്ല, അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത് അവരുടെ കുറ്റമല്ല,
അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് സത്യമാണെന്ന്. അത്രയേ ഉള്ളൂ അവേക്കണിങ്ങും അൺഅവേക്കണിങ്ങും തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഒരുപാട് ആൾക്കാരിപ്പോൾ സ്പിരിച്വലി അവേക്കണ്ടായി വരുന്നൊരു സമയമാണ്. അതിനൊരുപാട് റീസൺസ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.